അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുലാസത്തുൽ ഫിഖ്ഹിൽ ഇസ്ലാമി ദർസ്. അൽ വുളൂഉ, വുളൂഉ ചെയ്യൽ. വുളൂഉ എന്ന പദത്തെക്കുറിച്ച് നന്നായി മനസ്സിലാക്കണം. നിങ്ങൾ കിതാബ് ഓതുമ്പോൾ ഏത് പദം കണ്ടാലും ആ പദത്തെക്കുറിച്ച് നന്നായി പഠിക്കണം. വുളൂഉൻ എന്നത് മസ്ദറാണ്. മസ്ദറിൽ അലിഫ്ലാം കൊടുത്തു. അൽ വുളൂഉ, വുളൂഉ ചെയ്യൽ. ഏതിൻ്റെ മസ്ദറാണ്? വളുഅ, വളുഅ എന്നതിൻ്റെ മസ്ദറുകൾ ഏതെല്ലാം? ഒന്ന് വുളൂഅൻ, രണ്ട് വളാഅതൻ. മസ്ദറുകൾ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞു പഠിക്കണം: വുളൂഉൻ, വുളൂഅൻ, വുളൂഇൻ. വളാഅത്തുൻ, വളാഅതൻ, വളാഅത്തിൻ. വളുഅ എന്ന പദത്തിന്റെ അർത്ഥങ്ങൾ ശ്രദ്ധിക്കുക. ശുചിയായി, അത് ശുചിയായി, അത് ശുദ്ധിയുള്ളതായി, അത് വൃത്തിയായി, അത് ശുദ്ധമായിരുന്നു. ഫഅല യഫ്ഉലു വസ്നിലുള്ള ഫിഅലാണ് വളുഅ എന്നത്. വളുഅ യൗളുഉ എന്നാണ്. വളാഅത്തുൻ എന്ന മസ്ദറും വുളൂഉൻ എന്ന മസ്ദറും നളാഫത്തുൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. വൃത്തി, ശുചിത്വം, വെടിപ്പ്, ശുദ്ധി എന്നീ അർത്ഥങ്ങളിൽ. ഈ അധ്യായത്തിൽ വുളൂഉ ചെയ്യുക എന്ന പ്രവൃത്തിയെക്കുറിച്ചാണ് പറയുന്നത്. വുളൂഉൻ അംഗസ്നാനം, അംഗശുദ്ധി. ഇതേ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന മസ്ദറാണ് തവല്ലുഉൻ എന്നത്. തവല്ലുഉൻ അംഗസ്നാനം, അംഗശുദ്ധി. അതിനെ അറബിയിൽ ഇങ്ങനെ പറയാം: അൽ ഇഗ്തിസാലു ഖബ്ല സ്വലാത്തി, നിസ്കാരത്തിന് മുൻപ് കഴുകൽ. നിസ്കാരത്തിന് മുമ്പ് കുളിക്കൽ എന്ന അർത്ഥത്തിലല്ല,
കാരണം ഈ കഴുകലിൽ ചില അവയവങ്ങൾ മാത്രമേ കഴുകുന്നുള്ളൂ. ഇനി നമ്മൾ വലൂഉൻ എന്ന് പറയുകയാണെങ്കിൽ, നേരത്തെ പറഞ്ഞത് വുലൂഉൻ എന്നാണല്ലോ, ഇനി വലൂഉൻ എന്ന് പറയുകയാണെങ്കിലോ അതിന് അറബിയിലുള്ള വിശദീകരണം അൽ മാഉല്ലദി യുതവവ്വഉ ബിഹി, അംഗശുദ്ധിക്കുള്ള വെള്ളം, ഉളുജലം. ഉളു ചെയ്യാനുള്ള ജലത്തിനാണ് വലൂഉൻ എന്ന് പറയുക. പാഠത്തിലേക്ക് നോക്കൂ. ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖുംതും ഇലസ്സലാത്തി ഫഗ്സിലൂ വുജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിഖി വംസഹൂ ബിറുഊസിക്കും വഅർജുലക്കും ഇലൽ കഅബൈൻ. സൂറത്തുൽ മാഇദ 6. ആയത്തിൻ്റെ ആശയം വിശദീകരിക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ. ആമനു അവർ വിശ്വസിച്ചു, അല്ലദീന ആമനു വിശ്വസിച്ചവർ. യാ അയ്യുഹല്ലദീന ആമനു വിശ്വസിച്ചവരെ. ഇദാ ഖുംതും ഇലസ്വലാത്തി, ഇവിടെ ഉദ്ദേശ്യാർത്ഥം പറയാം. നിങ്ങൾ നിസ്കാരം ഉദ്ദേശിച്ചാൽ, ഇദാ ഖുംതും എന്നതിൻ്റെ നേരെ അർത്ഥം നിങ്ങൾ നിന്നാൽ എന്നാണല്ലോ. ഇലസ്വലാത്തി നിസ്കാരത്തിലേക്ക്, നിങ്ങൾ നിസ്കാരത്തിലേക്ക് നിന്നാൽ എന്നാണ് നേരെ അർത്ഥം. എന്നാൽ തഫ്സീറുകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം, അവിടെ ഉദ്ദേശിച്ചത് നിങ്ങൾ നിസ്കാരത്തിലേക്കു നിന്നാൽ എന്ന അർത്ഥമല്ല. നിങ്ങൾ നിസ്കാരം ഉദ്ദേശിച്ചാൽ, നിങ്ങൾ നിസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ എന്നാണ്. കാരണം നിസ്കാരത്തിലേക്കു നിന്ന് കഴിഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യമല്ലല്ലോ വുളൂ ചെയ്യൽ. നിസ്കാരം ഉദ്ദേശിച്ചാൽ ചെയ്യേണ്ട കാര്യമാണ് വുളൂ ചെയ്യൽ. നിസ്കാരം ഉദ്ദേശിച്ചാൽ എന്തെല്ലാം ചെയ്യണം? വുളൂഇൽ ചെയ്യേണ്ട കാര്യങ്ങൾ, വുളൂഇന്റെ ഫർളുകൾ, ചെയ്യാനാണ് അല്ലാഹു തആല കൽപ്പിച്ചത്. ഫഗ്സിലൂ, നിങ്ങൾ കഴുകുക, വുജൂഹക്കും നിങ്ങളുടെ മുഖങ്ങളെ,
ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, വുളൂഇന്റെ ഒന്നാമത്തെ ഫർള് നിയ്യത്ത് ചെയ്യലാണല്ലോ. ഫുറൂലുൽ വുളൂഇ സിത്തത്തുൻ, വുളൂഇന്റെ ഫർളുകൾ 6ആണ്. അൽ അവ്വലു അൻ നിയ്യത്തു, ഒന്നാമത്തത് നിയ്യത്താണ്. ഇവിടെ നിങ്ങൾ നിയ്യത്ത് ചെയ്യുക എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നിയ്യത്ത് ചെയ്യൽ ഫർളാണല്ലോ. അതിന് തെളിവുണ്ടോ? തെളിവുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നമൽ അഅ്മാലു, സൽക്കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുന്നത് ബിന്നിയ്യാത്തി, നിയ്യത്തുകൾ കൊണ്ടാണ്. നിയ്യത്ത് ചെയ്താലേ സൽക്കർമ്മം അല്ലാഹു തആല സ്വീകരിക്കുകയുള്ളൂ എന്ന് ഈ ഹദീസിൻ്റെ വിശദീകരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്തി എന്ന ഹദീസ് സ്വഹീഹുൽ ബുഖാരിയുടെ തുടക്കത്തിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ? സ്വഹീഹു മുസ്ലിമിലും ഈ ഹദീസുണ്ട്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്തി എന്ന ഹദീസ് വുളൂഇന്റെ ഫർളാണ് നിയ്യത്ത് എന്നതിന് ദലീലാണ്. നിയ്യത്ത് ഫർളാണ് എന്നതിന് ദലീൽ എവിടെ? ഖുർആനിൽ വുളൂഇന്റെ കർമ്മങ്ങൾ കൽപ്പിച്ചപ്പോൾ നിയ്യത്ത് ചെയ്യണം എന്ന് കൽപ്പിച്ചിട്ടില്ലല്ലോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ, ഈ ഹദീസാണ് വുളൂഇൽ നിയ്യത്ത് ചെയ്യണം എന്നതിന് ദലീല്. വുളൂഇൽ മാത്രമല്ല, അൽ അഅ്മാലു എന്നാണല്ലോ ആ ഹദീസിൽ പറഞ്ഞത്. അൽ അഅ്മാലു എന്നത് ജംആണ്, സൽക്കർമ്മങ്ങൾ. ഏത് സൽക്കർമ്മം ചെയ്യുമ്പോഴും നിയ്യത്ത് വേണം. ഫഗ്സിലു വുജൂഹക്കും എന്നതാണല്ലോ ഇപ്പോൾ വിശദീകരിക്കുന്നത്. ഫഗ്സിലു വുജൂഹക്കും എന്നത് മുഖം കഴുകൽ ഫർളാണ് എന്നതിൻ്റെ ദലീലാണ്. അത് വുളൂഇന്റെ രണ്ടാമത്തെ ഫർളാണ്. അപ്പോൾ വുളൂഇന്റെ രണ്ടാമത്തെ ഫർളാണ് ഇവിടെ ആദ്യമായി കൽപ്പിച്ചത്. വഅയ്ദിയക്കും, നിങ്ങളുടെ കൈകളും, നിങ്ങളുടെ കൈകളും കഴുകുക.
കൈകൾ എവിടെ വരെ കഴുകണം? ഇലൽ മറാഫിഖി, കൈമുട്ടുകൾ ഉൾപ്പെടെ. കൈമുട്ടുകൾ വരെ എന്നല്ല, കൈമുട്ടുകൾ ഉൾപ്പെടെ. മിർഫഖുൻ കൈമുട്ട്, മറാഫിഖ് കൈമുട്ടുകൾ. വുളൂഇന്റെ മൂന്നാമത്തെ ഫർള് ഗസ്ലു യദൈഹി മഅ മിർഫഖൈഹി എന്നാണല്ലോ. ഗസ്ലു യദൈഹി മഅ മിർഫഖൈഹി, അയാളുടെ രണ്ടു കൈകൾ, അയാളുടെ രണ്ടു കൈമുട്ടുകൾ ഉൾപ്പെടെ കഴുകൽ. ഇതിനുള്ള ദലീലാണ് വഅയ്ദിയക്കും ഇലൽ മറാഫിഖി എന്ന് അല്ലാഹു പറഞ്ഞത്. വംസഹൂ ബിറുഊസിക്കും, നിങ്ങൾ നിങ്ങളുടെ തലകൾ ചേർത്തു തടവുകയും ചെയ്യുക. കൈകൾ കഴുകാൻ കൽപ്പിച്ചതിന് ശേഷം തലകൾ തടവാനാണ് കൽപ്പിച്ചത്. കാരണം തർത്തീബ് പാലിക്കണമല്ലോ. വുളൂഇന്റെ ഒരു ഫർളാണല്ലോ തർത്തീബ്. ആ തർത്തീബ് ഫർളാണ് എന്ന് ഇതിൻ്റെ വ്യാഖ്യാനത്തിൽ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വുളൂഇന്റെ നാലാമത്തെ ഫർള് തലയിൽ നിന്ന് അല്പം തടവലാണല്ലോ. വറാബിഉ മസ്ഹു ബഅളി റഅസിഹി, നാലാമത്തത് അയാളുടെ തലയിൽ നിന്ന് അല്പം തടവലാണ്. തല തടവൽ ഫർളാണ് എന്നതിനുള്ള ദലീൽ ഏതാണ്? വംസഹു ബിറുഊസിക്കും എന്ന് അല്ലാഹു പറഞ്ഞതാണ്. റുഊസി എന്നത് ജം ആണല്ലോ. റഅസുൻ തല, റുഊസുൻ തലകൾ. ഇവിടെ ജം പറഞ്ഞത് കുറേ ആളുകൾ ഉള്ളത് കൊണ്ടാണ്. ബിറുഊസിക്കും, നിങ്ങളുടെ തലകൾ. അപ്പോൾ നിങ്ങളുടെ എന്നാണല്ലോ, അപ്പോൾ കുറേ തലകൾ ഉണ്ടാകുമല്ലോ. നിങ്ങളുടെ തലകൾ, നിങ്ങളുടെ തല എന്നല്ലല്ലോ, നിങ്ങളുടെ തലകൾ. കൂടുതൽ ആളുകളോടുള്ള കൽപ്പന ആയതുകൊണ്ടാണ് റുഊസി എന്ന ജം ഉപയോഗിച്ചത്. വ അർജുലക്കും, നിങ്ങളുടെ കാലുകളും കഴുകുക. വ അർജുല, ഈ ആയത്തിലെ അർജുല എന്നതിനെ ഏതിൻ്റെ മേലിലാണ് അത്ഫ് ചെയ്തത്? വുജൂഹ എന്നതിൻ്റെ മേലിലാണ് അത്ഫ് ചെയ്തത്. ഫഗ്സിലു, നിങ്ങൾ കഴുകുക.
വുജൂഹക്കും നിങ്ങളുടെ മുഖങ്ങളെ. ഈ വുജൂഹക്കും എന്നതിലെ വുജൂഹ എന്നതിൻ്റെ മേലിലാണ് വ അർജുല എന്നതിനെ അത്ഫ് ചെയ്തത്. വുജൂഹ എന്നതിന് നസ്ബാണല്ലോ, അതുപോലെ വ അർജുല എന്നതിനും നസ്ബാണ്. വ അർജുലക്കും നിങ്ങളുടെ കാലുകളെയും ഇലൽ കഅബൈനി രണ്ടു ഞെരിയാണികൾ ഉൾപ്പെടെ കഅബുൻ ഞെരിയാണി, കഅബാനി രണ്ടു ഞെരിയാണികൾ. ഇവിടെ അൽ കഅബൈനി എന്നത് മജ്റൂറാണ്. അൽ കഅബൈനി എന്ന തസ്നിയക്ക് യാ കൊണ്ട് ജറ്. രണ്ടു ഞെരിയാണികൾ വരെ എന്നല്ല അർത്ഥം. ഇലൽ കഅബൈനി എന്നതിന് രണ്ടു ഞെരിയാണികൾ ഉൾപ്പെടെ എന്നർത്ഥം വെക്കണം. ഇലൽ മറാഫിഖി എന്നതിന് ഇലൽ മറാഫിഖി എന്നതിന് കൈമുട്ടുകൾ ഉൾപ്പെടെ എന്ന അർത്ഥം വെച്ചതുപോലെ ഇലൽ കഅബൈനി എന്നതിന് രണ്ടു ഞെരിയാണികൾ ഉൾപ്പെടെ എന്നർത്ഥം വെക്കണം. വുളൂഇന്റെ 5-ാം ഫർള് രണ്ട് കാലുകൾ കഴുകലാണല്ലോ. വൽ ഖാമിസു ഗസ്ലു റിജ്ലൈഹി മഅ കഅബൈഹി. 5-ാമത്തത് അയാളുടെ രണ്ടു കാലുകൾ അയാളുടെ രണ്ടു ഞെരിയാണികൾ ഉൾപ്പെടെ കഴുകലാണ്. രണ്ടു കാലുകൾ ഞെരിയാണികൾ ഉൾപ്പെടെ കഴുകൽ ഫർളാണ് എന്നതിനുള്ള ദലീലാണ് വ അർജുലക്കും ഇലൽ കഅബൈനി എന്നത്. ദലീലുകൾ കൃത്യമായി മനസ്സിലാക്കി വെക്കുക. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുഖ്ബലു സ്വീകരിക്കപ്പെടുകയില്ല സ്വലാത്തു മൻ അഹ്ദസ ചെറിയ അശുദ്ധിയുണ്ടായവന്റെ നിസ്കാരം. സ്വലാത്തു എന്നത് നായിബുൽ ഫാഇലി. സ്വലാത്തുൻ എന്ന ഇസ്മിനെ മൻ എന്ന ഇസ്മിലേക്ക് ഇളാഫ് ചെയ്തു. സ്വലാത്തു എന്നത് മുലാഫാണ്, അതിനാൽ അതിൽ തൻവീനില്ല. മൻ എന്നത് മുലാഫുൻ ഇലഹിയാണ്. മൻ അഹ്ദസ ചെറിയ അശുദ്ധിയുണ്ടായവൻ്റെ, ഹത്താ യതവല്ലഅ അയാൾ വുളൂ ചെയ്യുന്നത് വരെ, ലാ തുഖ്ബലു സ്വലാത്തു മൻ അഹ്ദസ ഹത്താ യതവല്ലഅ ചെറിയ അശുദ്ധിയുണ്ടായവന്റെ നിസ്കാരം വുളൂ ചെയ്യും വരെ സ്വീകരിക്കപ്പെടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അതിനാൽ വുളൂ ചെയ്യണം. വുളൂ ചെയ്യണം എന്നതിനുള്ള ദലീലാണ് വുളൂ ചെയ്ത വ്യക്തിയുടെ നിസ്കാരമേ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. വുളൂ ചെയ്യാൻ പറ്റാത്ത ആൾക്ക് തയമ്മും ചെയ്യണം. അതിന് വേറെ തെളിവുണ്ടല്ലോ. അൽ വുളൂ എന്നത് ലുഗത്തൻ ഭാഷയിൽ ഗസ്ലു ബഅ്ദിൽ അഅ്ളാഇ അവയവങ്ങളിൽ
ചിലത് കഴുകലാണ്. ഓസല എന്നതിൻ്റെ മസ്ദറാണ് ഓസ്ലു എന്നത്. ഉളുവുൻ അവയവം, അഅ്ളാ അവയവങ്ങൾ. വശർഅൻ ശർഇൽ, ലുഗത്തൻ എന്നതിൻ്റെ മേലിൽ ശർഅൻ എന്നതിനെ അത്ഫ് ചെയ്തു. വശർഅൻ ശർഇൽ, ശർഇൽ വുളൂ എന്നാൽ ഇസ്തിഅ്മാലുൽ മാഇ വെള്ളത്തെ ഉപയോഗിക്കലാണ്. ഇസ്തഅ്മല യസ്തഅ്മിലു ഇസ്തിഅ്മാലൻ, ഇസ്തഅ്മല എന്നതിൻ്റെ മസ്ദറാണ് ഇസ്തിഅ്മാലു എന്നത്. ഇസ്തിഅ്മാലുൽ മാഇ വെള്ളത്തെ ഉപയോഗിക്കലാണ്. ഫി അഅ്ളാഇൻ മഖ്സൂസത്തിൻ പ്രത്യേക അവയവങ്ങളിൽ. മുഫ്തതഹൻ ആരംഭിക്കപ്പെട്ടതായ അവസ്ഥയിൽ. മുഫ്തതഹൻ എന്നത് ഹാലാണ്. ഇഫ്തതഹ എന്നതിൻ്റെ ഇസ്മു മഫ്ഊലാണ് മുഫ്തതഹൻ എന്നത്. മുഫ്തതഹുൻ, മുഫ്തതഹൻ, മുഫ്തതഹിൻ. ഇവിടെ മൻസൂബാണ്, ഹാലാണല്ലോ, അതുകൊണ്ട് മൻസൂബാണ്. അതിനാൽ മുഫ്തതഹൻ എന്ന് വായിച്ചു. ബിനിയ്യത്തിൻ നിയ്യത്തുകൊണ്ട്, നിയ്യത്തുകൊണ്ട് ആരംഭിക്കപ്പെട്ടതായ അവസ്ഥയിൽ. മുഫ്തതഹൻ ബിനിയ്യത്തിൻ നിയ്യത്തുകൊണ്ട് ആരംഭിക്കപ്പെട്ടതായ അവസ്ഥയിൽ. മാ ഹുവൽ വുളൂഉ ലുഗത്തൻ, ഭാഷയിൽ വുളൂഉ എന്നാൽ എന്ത്? ജവാബ് അൽ വുളൂഉ ലുഗത്തൻ അസ്ലു ബഅ്ളിൽ അഅ്ളാഇ. മാ ഹുവൽ വുളൂഉ ശർഅൻ, ശർഇൽ വുളൂഉ എന്നാൽ എന്ത്? അതിന്റെ ജവാബ് അൽ വുളൂഉ ശർഅൻ ഇസ്തിഅ്മാലുൽ മാഇ ഫി അഅ്ളാഇൻ മഖ്സൂസത്തിൻ മുഫ്തതഹൻ ബിനിയ്യത്തിൻ. ശർഇൽ വുളൂഉ എന്നാൽ നിയ്യത്തുകൊണ്ട് ആരംഭിക്കപ്പെട്ടതായ അവസ്ഥയിൽ പ്രത്യേക അവയവങ്ങളിൽ വെള്ളം ഉപയോഗിക്കലാണ്. വഫുരില അത് നിർബന്ധമാക്കപ്പെട്ടു. വുളൂഉ ഫർളാക്കപ്പെട്ടു. മഅസ്വലാത്തി നിസ്കാരത്തോടുകൂടെ. ലൈലത്തൽ ഇസ്റാഇ ഇസ്റാഇന്റെ രാത്രിയിൽ. രാപ്രയാണ വേളയിലാണ് വുളൂഉ ഫർളാക്കപ്പെട്ടത്. നിസ്കാരവും ലൈലത്തുൽ ഇസ്റായിലാണല്ലോ ഫർളാക്കപ്പെട്ടത്. നിസ്കാരവും വുളൂഉം ലൈലത്തുൽ ഇസ്റായിലാണ് ഫർളാക്കപ്പെട്ടത്. വുളൂഉൻ എന്ന പദം മറാഫിഖ് എന്ന പദം, റുഊസ് എന്ന പദം, അർജുലുൻ എന്ന പദം, കഅബാനി, കഅബൈനി എന്നിവ, അഹദസ എന്ന ഫിഇല്, തവല്ലഅ, യതവല്ലഉ എന്നിവ, ഉളുവുൻ, അഅ്ളാഉൻ എന്നിവ, ഇഫ്തതഹ, യഫ്തതിഹു, ഇഫ്തിതാഹൻ തുടങ്ങിയവ വളരെ ശ്രദ്ധിച്ച് പഠിക്കണം. ചില ലഫ്ളുകൾ ഞാൻ എടുത്തു പറഞ്ഞത് ഈ പാഠം പഠിക്കുമ്പോൾ മുതഅല്ലിങ്ങൾ ഈ ലഫ്ളുകൾ
പ്രത്യേകം ശ്രദ്ധിച്ചു പഠിക്കുക. ഓരോ പാഠത്തിലെയും ലഫ്ളുകൾ ശ്രദ്ധിച്ചു പഠിക്കണം. കഴിഞ്ഞ പാഠങ്ങളിൽ ഇല്ലാത്ത ഏതെല്ലാം ലഫ്ളുകളാണ് ഈ പാഠത്തിൽ വന്നത്, ആ ലഫ്ളുകൾ നോട്ട് ബുക്കിൽ എഴുതി വെക്കണം. നന്നായി പഠിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല നമ്മെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.